അയ്യാൻ ആൻഡ് ഈസ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവക്കക്കറിയാണ്. അമ്മച്ചിയുടെ പാവക്കക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം എല്ലാ വീട്ടിലും എല്ലാവർക്കും ഷുഗറുണ്ട്. ഒരു വീട്ടിൽ 2 പേർ 3 പേർക്കെങ്കിലും ഷുഗർ കാണും. പക്ഷേ അമ്മച്ചിയുടെ പാവക്കറി എന്ന് വെച്ചാൽ ഷുഗർ ഉള്ളവർക്കും ഷുഗർ ഇല്ലാത്തവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്തായാലും എല്ലാവരും റെസിപ്പി ഒന്ന് നോക്കണം. പാവക്ക എന്ന് പറയുമ്പോൾ ആരും ഓടിപ്പോകുന്നത് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ആരും ഓടിപ്പോകണ്ട, ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. ഈ പറഞ്ഞ കണക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ ഉത്തമമാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കറി ഒരു പാവയ്ക്ക കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അത് ഷുഗറുകാർക്ക് ഉത്തമമാണ്. പാവയ്ക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കയ്പിൻ്റെ ഒരു മടുപ്പ് കഴിക്കാം, ചതച്ച് പിഴിഞ്ഞ് കുടിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ നല്ലത് ഇതൊരു കറിയായിട്ട് വെച്ച് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാനൊരു ഷുഗറുകാരിയാണ്, ഞാനിത് ഉപയോഗിക്കുന്നതാണ്. തേങ്ങ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിലക്കാറുണ്ട്. തേങ്ങ ചേർത്ത് കറി കൂട്ടുന്നതിന് ഏതൊരു കുഴപ്പവും. ഞാനിത് വെച്ച് നിങ്ങളെ കാണിച്ചു തരും. നിങ്ങളും കൂടി ഇത് വെച്ച് നിങ്ങൾ കഴിച്ചാൽ അതിൻ്റെ നന്മ നിങ്ങൾക്കറിയാം. ഞാൻ തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ സ്റ്റവ് കത്തിക്കാൻ പോകും. ചട്ടി വെച്ച് എണ്ണ ഒഴിക്കണം. തേങ്ങ വറുക്കാൻ പോകും. ഇപ്പോൾ തേങ്ങ അതാണ്ട് ഉപ്പായി വരുന്നുണ്ട്. ഒന്നും പറയില്ല, മുളക് നമ്മുടെ തേങ്ങയൊക്കെ റെഡിയായി. ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഇങ്ങോട്ട് എടുക്കും. ഇതൊന്ന് ഇച്ചിരി ചൂട് ഇട്ടിട്ട് ഇടപ്പിൽ വെക്കാം. മല്ലിപ്പൊടി 2-2.5 സ്പൂണ്, മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഇനി അടപ്പയിലോട്ട് വെച്ചൊന്ന് ചൂട് പിടിപ്പിക്കുകയുള്ളൂ. ഇനി നമ്മുടെ വറ തേങ്ങ മൂക്ക് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെച്ച് ഇതിൻ്റെ ചൂട് പോയിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇത് തേങ്ങ വറുത്ത് വെച്ച് അത് ചൂട് ആറുമ്പോഴേക്ക് ഇത് അരച്ചുകൊണ്ട് വരും. അന്നേരത്തേക്ക് നമുക്ക് ഈ പാവയ്ക്ക വറയിലോട്ട് ഇടാം. അപ്പം ഇത് ചൂടാറിയിട്ടുണ്ട്. ഇത് ഇതിനകത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ്
കടുക്, ഇച്ചിരി വേപ്പില, ഉള്ളി ഇടുകയാണ്. ഉള്ളിയിട്ട് അല്പം വാടിക്കഴിയുമ്പോൾ പാവയ്ക്കായി ഇപ്പോൾ ഉള്ളി ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് പച്ചമുളക് ഇടുകയാണ്. അതൊന്നിട്ട് ഒന്ന് ചെറിയ ഒരു വേവ് പച്ചമുളകിന്. അതിൻ്റെ പുറകെ ഇപ്പോൾ പാവയ്ക്കായും ഇടാൻ പോവുകയാണ്. പാവയ്ക്ക ഇടുകയാണ്. വേപ്പില, വേവായി. ഇനി ഇതിനകത്തോട്ട് ഉപ്പും പുളിയൊക്കെ ചേർക്കാൻ പോവുകയാണ്. ഇതേപോലെ പുളിയാണ്. ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിഴിയാണ്. അപ്പം ഈ പാവക്കായിലേക്ക് ഈ പുളി പിഴിഞ്ഞൊഴിക്കണം അല്ലേ? പാവയ്ക്കായിട്ട് പുളി പിഴിഞ്ഞൊഴിക്കണം. ഇതിന് ഉപ്പ് ഇടണം. ആവശ്യത്തിനുള്ള ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഉപ്പ്. പാവയ്ക്കായ്ക്ക് ഇച്ചിരി കയ്പുള്ളതാണ്. അപ്പോൾ ഇച്ചിരി ഉപ്പിട്ടാലേ കയ്പ് ഈ തീരും. പാവയ്ക്കയുടെ ഈ കയ്പ്പ് കുറയാൻ വേണ്ടിയല്ലേ ഈ പുളി പിഴിഞ്ഞൊഴിച്ചത്? പുളി പിഴിഞ്ഞൊഴിക്കണം. അപ്പൊ ഈ പാവയ്ക്ക പിഴിഞ്ഞിടിച്ച് അതൊന്നും കളയേണ്ട ആവശ്യമില്ല. അതൊന്നുമില്ല. അങ്ങനെ തന്നെ അരിഞ്ഞിട്ടാണ് ഇത് എടുത്തിരിക്കണം. അപ്പൊ പുളി പിഴിഞ്ഞ് ഒഴിച്ച് ഇനി അതൊന്ന് തിളക്കണം. ഇതൊന്ന് തിളക്കണം. അപ്പൊ ഇത് ഒന്ന് തിളക്കുന്നത് വരെ നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പം തിളച്ച് വേവായി. ഇനി തേങ്ങ അരച്ചത് ചേർക്കാൻ പോകും. തേങ്ങ അരച്ചത് വെള്ളം ചേർക്കാതെ അരക്കേണ്ടതാണ്. അത് ചില മിക്സിക്കകത്ത് അരക്കാൻ പറ്റത്തില്ല. അരപ്പ് അത് കാരണം ഒരു 3 സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചാണ് തേങ്ങ അരച്ചത്. അപ്പൊ ഇത് നല്ല മിക്സി ആണെന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാം. നല്ല മിക്സിയാണെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കും. നല്ല അല്ലാതെ ചില പഴയ മിക്സിയൊക്കെ ആണെങ്കിൽ 2-3 സ്പൂൺ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോഴാണ് ഇങ്ങനെ അരിഞ്ഞു കിട്ടണം. ഇതിനകത്തൊരു 3 സ്പൂൺ വെള്ളം ചേർത്ത് ഇതിനകത്ത് 3 സ്പൂൺ വെള്ളം ചേർത്ത് നല്ല അരച്ചെങ്കിൽ നല്ല എണ്ണ പോലെ അരച്ചെടുക്കാം. പക്ഷേ ഈ മിക്സിയിനകത്ത് പറ്റത്തില്ല. അതുകൊണ്ടാണ് വെള്ളം ചേർത്തത്. അപ്പം പിന്നെ ഉള്ളി വാട്ടി, പാവക്ക വാട്ടി, അതിനകത്ത് പുളിവെള്ളം ചേർത്തു, ഉപ്പ് ചേർത്തു, പിന്നെ ഈ മസാല നേരത്തെ അരച്ച തേങ്ങയും മസാല കൂട്ടൊക്കെ ചേർത്തതും കൂടി ഇപ്പം ഒഴിച്ചു. ഇതിനകത്ത് നമുക്ക് ഒരു കുറുകുന്ന പരുവത്തിലുള്ള വെള്ളം അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ചുള്ള വെള്ളമാണ്. കട്ടിക്ക് വേണ്ടവർക്ക് കട്ടിക്ക് എടുക്കാം, ഇച്ചിരി ലൂസിൽ വേണ്ടവർക്ക് ലൂസിലെടുക്കാം. ഇത് അമ്മച്ചി ഒരു കുറുകം പരുവത്തിലാണ്. ഇത് പാവയ്ക്ക തീയലല്ല, ഒരു പാവയ്ക്ക കറിയാണ്. ഇത് ഷുഗറുകാർക്ക് ഒന്നാന്തരാണ്. നല്ലതാണ്. എത്ര ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പറിച്ചെടുത്ത് തേങ്ങ പിന്നെ കറി, പാവയ്ക്ക കറി കൂട്ടി ഒരു കുഴപ്പമില്ല. ഞാനിത് മിക്ക ഉപയോഗിക്കുന്നതാണ്. ഷുഗറുകാരും പേടിക്കണ്ട ഇത് കൂട്ടുന്നതിന്.
അപ്പൊ അമ്മച്ചിയുടെ പാവക്ക കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പാവക്ക കറി ഇഷ്ടമുള്ളവരും ഉണ്ട്, ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. ഇഷ്ടമില്ലാത്തവർ ആദ്യം ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. കാരണം ഇത് ഷുഗർ ഉള്ളവർക്കും ഷുഗർ ഇല്ലാത്തവർക്കും ഒക്കെ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് നോക്കണം, ഒന്ന് ചെയ്ത് നോക്കണം. ഇതിന് ടേസ്റ്റ് നോക്കണ്ട ഒരാളുടെ ഉണ്ട്. സൂപ്പർ. അപ്പം അമ്മച്ചിയുടെ കറി അടിപൊളിയാണെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടാ. അമ്മച്ചി ഉണ്ടാക്കുന്ന കറി പാവക്ക കറി നല്ല അടിപൊളി ടേസ്റ്റ് കറിയാണ്. ഞങ്ങൾ ഡെയിലി കൂട്ടുന്ന കറിയാണ്. നിങ്ങളും ഉണ്ടാക്കി കൂട്ടും, അതുകൊണ്ട് നോക്കേ. അതുകൊണ്ട് എൻ്റെ മക്കള് പിന്നെ ഇത് കറി വെച്ച് കൂട്ടിയിട്ട് നല്ലതാണ് ചീത്തയാണെന്ന് അതിൻ്റെ അഭിപ്രായം അറിയിച്ച അത്രയും നല്ലതാണ്. പിന്നെ ഈ അമ്മച്ചിക്ക് 2 ലൈറ്റൊക്കെ ഇട്ട് തന്നെ കേട്ടോ. ഇത് വേറെന്താണ് വേണ്ടത്? എന്നതാണ് മക്കളെ ആ ചുവന്ന് കാരണം അതിട്ട് കുത്തി വോട്ട് ചെയ്യണം. അമ്മച്ചിക്ക് വോട്ട് കൊടുക്കണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണമെന്നാ പറഞ്ഞത്. ഓക്കെ.